കർത്താവിൽ പ്രിയ പ്രാർത്ഥനാ പോരാളികളെ, സ്നേഹവന്ദനം. വ്യത്യസ്ത അളവുകളിലും തലങ്ങളിലും പ്രാർത്ഥിക്കുന്നവർ ധാരാളമുണ്ട്. അവരെല്ലാം പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ വരികയോ വൈകുകയോ ചെയ്യുക എന്നത്. പ്രാർത്ഥനയിൽ മടുപ്പ് വരാതിരിക്കാനുള്ള പരമപ്രധാനമായ തത്വം പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുള്ള പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരിക്കുക എന്നതാണ്. ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ച ശേഷം ആ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതും മറ്റു മാർഗങ്ങൾ തേടിപ്പോകുന്നതും പൂർണ്ണമായ ദൈവാശ്രയമല്ല. പ്രാർത്ഥനയുടെ മറുപടി വൈകിയാലും പ്രാർത്ഥനയിൽ തുടരുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകുന്ന ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫലമാണ്. വിശ്വാസത്തോടൊപ്പം അചഞ്ചലമായ ദൈവാശ്രയവും ഉള്ള വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുവാൻ കഴിയൂ. ഈ യാഥാർത്ഥ്യം അരക്കിട്ടുറപ്പിക്കുന്ന ദൈവവചനമാണ് യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഇവിടെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന സ്ഥിരമാനസനെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നതാണ്. അതിനാൽ ശാശ്വതമായ പാറയാകുന്ന യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ എന്നും വചനം പറയുന്നു. പ്രാർത്ഥനയിലെ സ്ഥിരതയും തികഞ്ഞ ദൈവാശ്രയവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥിരമാനസന്റെ ലക്ഷണമാണ് അചഞ്ചലമായ ദൈവാശ്രയം. എന്തുകൊണ്ടാണ് ദൈവം പ്രാർത്ഥനയുടെ മറുപടി വൈകിക്കുന്നത്? ഭക്തനായ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പാഴ്സിപ്രഭു ആകാശമണ്ഡലത്തിൽ തടഞ്ഞതായി വചനം പറയുന്നു. എന്നാൽ വൈകി വരുന്ന എല്ലാ പ്രാർത്ഥനാ മറുപടിയും ഏറെ ശ്രേഷ്ഠവും മഹത്തരവുമാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറുപടി വൈകുന്നതിൻ്റെ പിന്നിൽ മഹത്തരമായ ദൈവിക പദ്ധതികളുടെ ഒരുക്കങ്ങൾ ഉള്ളതായി കാണുവാൻ കഴിയും. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യുമെന്ന് പരിഭവം പറഞ്ഞ ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവം അരുളി ചെയ്തത് ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. വൈകി വരുന്ന മറുപടിയുടെ മഹത്വം വലുതായിരിക്കും. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശു വന്നില്ല. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ലാസർ മരിച്ചു, അടക്കി 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പ്രതീക്ഷിച്ചതിലും എത്രയോ വലിയ ശ്രേഷ്ഠമായ മറുപടിയായിരുന്നു അത്. മറുപടി ലഭിക്കുന്നതുവരെ മാർത്തയും മറിയയും കടന്നുപോയ തീവ്രമായ വേദനയുടെയും അപമാനത്തിൻ്റെയും നിമിഷങ്ങൾ അസഹനീയമായിരുന്നു. എല്ലാ കാലതാമസത്തിൻ്റെയും പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ടായിരിക്കും. എങ്കിലും ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. എന്നാൽ അതിവേഗം പുരോഗമിക്കുന്ന ആധുനിക ലോകത്തിൽ ആർക്കും കാത്തിരിക്കാൻ സമയമില്ല. ഫാസ്റ്റ് ഫുഡും റെഡിമെയ്ഡ് ഡ്രസ്സും യൂസ് ആൻഡ് ത്രോ സംസ്കാരവുമെല്ലാം കാത്തിരിക്കാൻ കഴിയാത്ത അക്ഷമയുടെ അടയാളങ്ങളാണ്. മനുഷ്യായുസ് വേഗം തീർന്നു പോകുന്നതാണ്. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ 1000 ദിവസം ദൈവത്തിന് ഒരു ദിവസം പോലെയാണ് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. എങ്കിലും മനുഷ്യൻ്റെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല എന്ന് യോസേഫും ദാവീദും യിരെമ്യാവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു എന്ന്
എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു പറഞ്ഞ ഉപമയിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഈ ഉപമയിൽ വിധവ അനീതിയുള്ള ന്യായാധിപനോട് നിരന്തരം അപേക്ഷിച്ചു. അവളുടെ ആശ്രയം ആ ന്യായാധിപൻ മാത്രമായിരുന്നു. മറ്റൊരു മാർഗം അവളുടെ മുന്നിൽ ഇല്ലായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ അർദ്ധരാത്രിയിൽ അപ്പം വായ്പ ചോദിച്ച് വാതിലിൽ മുട്ടിയ സ്നേഹിതന് ലഭിച്ചത് അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തമായിരുന്നു എന്ന് യേശു പറഞ്ഞു. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് യേശു പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിച്ചില്ല എന്നോർത്ത് പ്രാർത്ഥന നിർത്തേണ്ട. ആശ്രയം കർത്താവിലെങ്കിൽ ശ്രേഷ്ഠമായ മറുപടിയും അതിൻ്റെ പിന്നിലുണ്ട്.